സൂപ്പർ കൺമണിയുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി കൃഷ്ണനെ ആശ്വസിപ്പിച്ച ശേഷം ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഇതേ സമയം ക്ലീറ്റസ് ഏർപ്പാടാക്കിയ കൃപയെ കൊല്ലാൻ വന്ന കൊലപാതകം ഉണ്ടല്ലോ, ആ ഗുണ്ട വീണ്ടും ബലരാമനെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ബലരാമൻ അവൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണ് കൂടുതൽ പണം എന്നവൻ എടുത്ത് ചോദിക്കുന്നുണ്ട്. അതെ, ഈ ബലരാമൻ അങ്ങനെ തന്നെയാണ്. ബലരാമൻ എന്ത് കൊട്ടേഷൻ ഏർപ്പാടാക്കിയാലും അത് ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പണം ഞാൻ കൊടുക്കും. ഇതിനിടയിൽ മനോജിനും ബലരാമനെ കുറിച്ച് ചില കാര്യങ്ങളിൽ സംശയമാകുന്നുണ്ട്. ബലരാമൻ്റെ പോക്ക് അത്ര ശരിയല്ലെന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഈ ഒരു കില്ലറാണെങ്കിൽ അയാളുടെ മുടിയൊക്കെ കാണിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ അത് പറയാൻ കാരണം കൺമണി നേരത്തെ വരച്ച പടം അത് ഇയാളുടെ തന്നെയാണ് കേട്ടോ. ഇയാളാണല്ലോ കൃഷ്ണനെ നേരത്തെ കുത്താൻ വന്നതും ആ സമയം ബലരാമൻ അങ്ങോട്ട് വന്നിട്ട് ഡയലോഗ് അടിച്ചിട്ട് കൃഷ്ണനെയും കൺമണിയും അവിടെ നിന്ന് മാറ്റുന്നതും. ഈ മാനസ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. അങ്ങനെ ലിഫ്റ്റിൽ കയറി വരുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി ഹോസ്പിറ്റലിൽ പോകുന്നതാണോ അതോ ബലരാമൻ എന്തെങ്കിലും സ്പൈ വർക്ക് ചെയ്യുന്നതാണോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ പെണ്ണും ഇവിടെ തന്നെയുണ്ടോ? ഒരു വലിയ ടെസ്റ്റ് തന്നെ ഉണ്ടായിട്ടോ. അതെന്തായാലും നാളെയേ അറിയാൻ പറ്റൂ. ഇതിനിടയ്ക്ക് കൺമണിയാണെങ്കിൽ അവൻ്റെ പടമൊക്കെ വരച്ച് തീർക്കുന്നുണ്ട്. ഇതേ സമയം ബലരാമൻ ക്ലീറ്റസിനോടും കൂടെ വന്ന ഗുണ്ടയോടും പറയുന്നുണ്ട്, എന്തായാലും ഇവനെ ആർക്കും പിടിക്കാനായിട്ട് കഴിയില്ല. അവൻ ഇവിടെ വിടുകയാണല്ലോ, അതുകൊണ്ട് കൃപയെ കൊല്ലാൻ ശ്രമിച്ചത് ഇവരാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ മഹേഷ് വന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട്, എടാ ഞാനൊരു കാര്യം പറയാം, കൃപയ്ക്ക് ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചതെങ്കിൽ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതല്ല. ഞാനിപ്പോൾ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് പോയിരുന്നു. ഒരു വണ്ടി വന്നാലും രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. ഇത് കരുതി കൂട്ടി തന്നെയാണ് കൃപയെ വണ്ടി ഇടിപ്പിച്ചതാണ്. അതിനർത്ഥം നിങ്ങൾക്ക് വലിയൊരു ശത്രു ഉണ്ട്. ആ ശത്രുവാണ് കൃപയെ കൊല്ലാൻ നോക്കിയത്. ഇത് കേട്ടിട്ട് കൃഷി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഇതായിരിക്കും എന്ന് ചിന്തിച്ചാണ് നിൽക്കുന്നത്. ഇതേസമയം സുമിത്രയാണെങ്കിൽ ആ പെട്ടിക്കകത്തെ ഫോട്ടോസിൽ ബലരാമൻ്റെ ഫോട്ടോ വെട്ടിയ രീതിയിൽ വരുന്നുണ്ട്. കൃഷാണ് അടുത്തത്. കൃപയുടെ മരണവാർത്ത കേൾക്കണം ഇനി എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. പിന്നീട് കൺമണി ഈ ഫോട്ടോ വരയ്ക്കുന്നുണ്ടല്ലോ, അതേസമയം അവളൊരു കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. മിക്കവാറും ആ ഗുണ്ടയെ തന്നെയാവട്ടോ കാണുന്നത്. അവൻ കാറിൽ പോകുന്നതും കാണിക്കുന്നുണ്ട്. കാറിൽ പോകുന്ന സമയത്ത് കൂടെ മനോജും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മനോജിനെ കൊണ്ടുപോകാൻ കാറ് വന്നപ്പോൾ അവൻ അതിൽ കയറിയതാകാം. കൺമണിയാണെങ്കിൽ താൻ വരച്ച് ഗുണ്ടയുടെ പടം ഓർക്കുകയാണ്. അത് ഇയാൾ തന്നെയാണെന്ന് ഓർക്കുന്നു. എന്തായാലും ഇവൻ്റെ പടം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമായിരിക്കും. അതോടെ ബലരാമൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും. അങ്ങനെ സൂപ്പർ കൺമണിയുടെ പ്രൊമോയിൽ ഇത്രയൊക്കെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്